കോർപ്പറേറ്റുകളുടെ താല്പര്യം, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിമാരുടെ താല്പര്യം. പിന്നെയോ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള അജണ്ട, അമിതാധികാര വാഴ്ച, അതിൻ്റെ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഫാസിസം എന്നല്ല, ഫാസിസ്റ്റിക് രീതിയാണ് എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് രീതിയാണ് ഇവിടെ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിമർശനം അതിലുണ്ട്. ഞാൻ അത് ഇതിനോട് വിശദീകരിക്കുക. അത് 22ാം പാർട്ടി കോൺഗ്രസ്, 23ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞു ഈ ഫാസിസ്റ്റ് പ്രവണത അജണ്ടയായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തേത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ചുകൂടി അടുത്തു. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞു ന്യൂ ഫാസിസത്തിന്റെ പ്രവണതയാണ് ഇവിടെ നടപ്പിലാക്കാൻ. നവഫാസിസം എന്ന് പറഞ്ഞിട്ടില്ല, നവഫാസിസ്റ്റ് പ്രവണതയുള്ള ഫാസിസത്തിലേക്ക് തൊട്ടില്ല. അതായത് അവിടത്തേക്കാണ് നീക്കം, ഫാസിസത്തിലേക്കാണ് നീങ്ങുന്നത്. ആ നീക്കത്തെ പ്രതിരോധിക്കുന്നതിന് മതനിരപേക്ഷ ഉള്ളടക്കവും ഇടതുപക്ഷ ഐക്യവും രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് രാഷ്ട്രീയ പ്രമേയം. ഈ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അകത്ത് ഞങ്ങൾ ഒരിക്കലും അർദ്ധഫാസിസം എന്ന് ഞങ്ങൾ ഉപയോഗിച്ചത് അടിയന്തരാവസ്ഥ ഘട്ടത്തെയാണ്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഞങ്ങൾ ഉപയോഗിച്ച പദമാണ് അർദ്ധഫാസിസമാണ്. അപ്പോഴും ഫാസിസം എന്ന് പറഞ്ഞിട്ടില്ല. ക്ലാസിക്കൽ ഫാസിസം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ, ഇറ്റലിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഫാസിസ്റ്റ് രീതിയാണ്. ഭരണകൂട വ്യവസ്ഥ മുഴുവൻ സ്വന്തം കയ്യിലൊതുക്കി പട്ടാളം ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും കേന്ദ്രീകരിച്ച് പ്രതിപക്ഷത്തിനെതിരായിട്ട്, ജനങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊല്ലുന്ന ആ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ ഫാസിസം. ഹിറ്റ്ലറുടെ അതിപ്പോഴില്ലല്ലോ. വന്നിട്ട് ഞാൻ നിങ്ങൾ നമ്മുടെ ചർച്ച ഉണ്ടാവുമോ? ഈ പാർട്ടി ഓഫീസ് ഉണ്ടാവുമോ? ഈ ഗവൺമെന്റ് ഉണ്ടാവുമോ? ഇപ്പോൾ ഫാസിസ്റ്റ് ഇതിങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഞങ്ങളാരും പ്രസംഗിച്ചിരുന്നു. ഫാസിസത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മ എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഫാസിസ്റ്റിക് രീതിക്ക്, ഫാസിസ്റ്റ് പ്രവണതക്കെതിരായിട്ടുള്ള അതിശക്തിയായ ജനകീയ കൂട്ടായ്മ ഉണ്ടാവണം. അപ്പൊ ഇതിനകത്ത് ഒരു തിരുത്തൽ പോലെ വരുത്തൂല, കാരണം ഫാസിസത്തിനെതിരെ എന്ന് പറയില്ല, ഫാസിസത്തിലേക്കുള്ള പോക്കിനെതിരെയുള്ള അങ്ങനെ പറയണ്ടേ, പറയും, അങ്ങനെയല്ലേ പറയേണ്ടത്. ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്, അതിനെ പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കാനുള്ള ജനാധിപത്യ അവകാശം ഇപ്പോൾ ഉണ്ട്.